ഇന്ന് നമ്മൾ പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ സ്കിൻ കെയർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു ന്യൂ ബോർണിനെ സംബന്ധിച്ച് സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ, അവരുടെ സ്കിന്ന് ഭയങ്കര ഡിലൈറ്റ് ആണ് ആദ്യത്തെ കുറേ മാസങ്ങൾ. അപ്പം അത് നമ്മൾ പ്രോപ്പറായി കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നും അതുപോലെ ചർമ്മ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം സ്കിൻ കെയർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴാണ് സാധാരണ സ്കിൻ കെയർ ചെയ്യുക? ആദ്യം കുഞ്ഞിനൊരു ഓയിൽ മസാജ് കൊടുത്തു. അതെങ്ങനെ ചെയ്യാൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കുളിപ്പിച്ചു. പിന്നെയാണല്ലോ കുഞ്ഞിനെ ഗ്രൂം ചെയ്യാം, പിന്നെയാണല്ലോ അവനെ ഒന്ന് അണിച്ചൊരുക്കുക. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ സ്കിൻ കെയർ എപ്പോഴും ചെയ്യുക പൊതുവെ. അപ്പൊ എന്തായാലും സ്കിൻ കെയറിൽ ആദ്യം നിങ്ങൾ അറിഞ്ഞെടുക്കേണ്ട കാര്യം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് പൗഡർ നിങ്ങൾ തീർത്തും ഒഴിവാക്കുക. ഫസ്റ്റ് റൂള്, പൗഡർ വേണ്ട. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ഒക്കെ അവരുടെ ഗൈഡ് ലൈനിൽ കൃത്യമായി പറയുന്നുണ്ട് ആദ്യത്തെ മാസങ്ങളിൽ പൗഡർ വേണ്ട. കാരണം അത് കുട്ടിക്ക് പ്രത്യേകിച്ച് തൊലിമടക്കുകളിലൊക്കെയാണ് പാരൻസ് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഭയങ്കര പൗഡർ ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഭാഗങ്ങളാണ് തൊലിമടക്കുകൾ, കഴുത്തിലെ തൊലി, കയ്യിലെ തൊലി, നമ്മുടെ ഡയപ്പർ ഏരിയാസ്. കാരണം അവിടെയൊക്കെ അത് ഈ പൗഡർ ഇടാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ്, ഈ നമ്മൾ ദേഹത്തൊക്കെ ഇടുമ്പോൾ അത് അകത്തോട്ട് കയറി ഇൻഹലേഷണൽ അസാഡ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പൊ പൗഡർ, ഫസ്റ്റ് നിയമം പൗഡർ ഒഴിവാക്കുക. രണ്ടാമത്തത് കൺമഷി, ഈ കാജൾ തീർത്തും ഒഴിവാക്കേണ്ട ഒന്നാണ്. ഈ കുഞ്ഞിനെങ്ങനെ വലിയ വാലെഴുതി കണ്ണെഴുതി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, പണ്ടത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന പോലെ, നമ്മുടെ പഴമക്കാര് വിശ്വസിച്ച പോലെ ഈ കൺമഷിക്ക് ഒരു കുഞ്ഞിന്റെ കണ്ണിലെ ഭംഗിയോ അല്ലെങ്കിൽ കണ്ണിന്റെ വലുപ്പമോ ഇത് തീരുമാനിക്കുന്നതിൽ ഒരു റോളും ഇല്ല. പലരും വിശ്വസിച്ച് വെച്ചിട്ടുള്ളത് കുഞ്ഞിന്റെ കണ്ണ് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണ് എഴുതില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പിരികം ശരിക്കും വളരൂല എന്നാണ് പറഞ്ഞത്, വിശ്വസിക്കുന്നത്. തെറ്റാണ്. അപ്പൊ രണ്ടാമത്തെ നിയമം, കൺമഷി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മൂന്നാമത്തെ കാര്യം, ലോഷൻസ്, ബേബി ലോഷൻസ്. എന്താണ്, അല്ലെങ്കിൽ ഇമോളിയൻസ് എന്നൊക്കെ പറയും, മോയിസ്ചറൈസേഴ്സ് എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ലതാണ്, നമ്മൾ ഡെയിലി പ്രൊമോട്ട് ചെയ്യേണ്ട ഒന്നാണ്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് വളരെ ഡ്രൈ ആകാൻ സാധ്യതയുള്ളതും ഡിലൈറ്റ് ആയതുകൊണ്ട് തന്നെ മോയിസ്ചറൈസിങ് ക്രീംസ് അല്ലെങ്കിൽ ഇമോളിയൻ ക്രീംസ് നിങ്ങൾ കുട്ടിയെ ഗ്രൂം ചെയ്യുമ്പോൾ എല്ലാ ദിവസവും തേച്ചു കൊടുക്കുന്നത് ഒരു ശീലമാക്കുക. അത് കുഞ്ഞിന്റെ സ്കിന്ന് സോഫ്റ്റ് ആക്കുന്നു മാത്രമല്ല, ചില ഇടങ്ങളിലൊക്കെ മറ്റു ബെനിഫിറ്റ് നൽകുന്നുണ്ട്. ഇപ്പൊ ഡയപ്പർ ഏരിയാസിലൊക്കെ ചെറിയ അളവിൽ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ ആ ഡയപ്പർ സ്കിന്നും അധികം കോണ്ടാക്ട് വരാതിരിക്കാനും ഒക്കെ സഹായിക്കും. ഈ മോയിസ്ചറൈസറിന്റെ ഏറ്റവും കൂടുതൽ നിർബന്ധമായി ഉപയോഗിക്കേണ്ടത് ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്കാണ്. എല്ലാ കുട്ടികൾക്കും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ശീലമാക്കുക. പക്ഷെ ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്ക് ഈ മോയിസ്ചറൈസർ എന്ന് പറഞ്ഞത് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് മെഡിസിൻ ആണ്. അപ്പം ഒരു കുട്ടിക്ക് ഭാവിയിൽ ഡ്രൈ സ്കിന്ന് വരാതിരിക്കാനും, ഫാമിലിയിലൊക്കെ എക്സിമ പോലത്തെ അസുഖമുള്ള കുട്ടികൾക്ക് ഈ കുഞ്ഞിനത് വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന കാര്യമാണ് ഇമോളിയൻ അഥവാ മോയിസ്ചറൈസർ അല്ലെങ്കിൽ ക്രീം, ഈ ലോഷൻസ്. അപ്പം നമുക്ക് ലോഷൻസിനെ കുറിച്ച് മനസ്സിലായി, അത് നല്ലതാണ്, പ്രൊമോട്ട് ചെയ്യേണ്ട ഒന്നാണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് സോപ്പ് ആൻഡ് ഷാംപൂ. ഒരു കുഞ്ഞിന്റെ സ്കിൻ കെയറിൽ എന്താണ് അതിന്റെ റോള്? സോപ്പിനെ കുറിച്ച് പറയുന്നത്, ഒരു കുഞ്ഞിന് കുളിക്കുന്ന സമയത്ത് സോപ്പ് ഇടണമെന്ന് നിർബന്ധമില്ല. സോപ്പ് ഇല്ലാതെ കുളിപ്പിച്ചാലും മതി. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, പ്രശ്നമില്ല. അങ്ങനെ ഉപയോഗിക്കുന്ന സോപ്പിന്റെ pH എപ്പോഴും 5.5 ആ റേഞ്ചിലുള്ള ആയിരിക്കണം. അസിഡിക് pH ഉള്ള സോപ്പ് ആയിരിക്കണം. ഷാമ്പു നിർബന്ധമൊന്നുമില്ല. അതും ഈ പറഞ്ഞ പോലെ തന്നെ പാരന്റിന്റെ ചോയ്സ് ആണ്. വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഷാമ്പു ഉപയോഗിക്കാൻ പറയുന്നത് കണ്ടീഷൻ, തലയിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ്, ആ ഒരു ക്രാഡിൽ ക്യാപ്പ് ഉള്ള കുട്ടികൾക്ക് ഷാമ്പു ഉപയോഗിക്കുന്നത് പരിഗണിക്കാം. അതാണ് ഷാമ്പുവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി സ്കിൻ കെയറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കാര്യമാണ് ഓയിൽ മസാജ്. ഒരു കുഞ്ഞിന്റെ സ്കിൻ കെയറിൽ എന്താണ് ഓയിൽ മസാജിന്റെ പ്രാധാന്യം? അത് മസാജ് എന്നുള്ള ഒരു കാര്യം കുട്ടിയുടെ മിക്ക സിസ്റ്റത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ സ്കിൻ കെയറിന്റെ കാര്യവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് അത് സ്കിന്നിന് മോയിസ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്, ഒരു ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട് എന്നാണ് നമ്മുടെ എയിംസ് പ്രോട്ടോക്കോളിലൊക്കെ പറയുന്നത്. അപ്പം ഓയിൽ മസാജുകൾ ഡെയിലി സ്കിൻ കെയറിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, മസാജിന്റെ പ്രധാന ഉദ്ദേശം സ്കിൻ കെയർ മാത്രമല്ല, അതിന്റെ മെയിൻ ഉദ്ദേശം
കുട്ടിക്ക് ഡെവലപ്മെന്റിനും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ ഓയിലും കൂടി അപ്ലൈ ചെയ്താൽ നമുക്ക് സ്കിൻ കെയറിനും അത് ഉപയോഗിക്കാം. അപ്പം ഓയിൽ മസാജുകൾ ഡെയിലി ഒരു കുറച്ച് സമയം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. അടുത്ത ഒന്നാണ് കുട്ടികളുടെ നെയിൽ, നമ്മൾ നഖം. ഈ നെയിലിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ തന്നെ വരുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ നെയിൽ എപ്പോഴും കട്ട് ഷോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താ, അവർക്ക് എപ്പോഴും മുഖത്തും വായിലൊക്കെ കൈ കൊണ്ടുപോകുന്ന ശീലമുള്ളതാണ്. അത് തട്ടി മുറിവായി വൂണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നെയിൽ കട്ടർ ഉപയോഗിച്ച് നെയിൽ കട്ട് ഷോട്ട് ചെയ്ത് വെക്കുക. പല പാരന്റ്സിനും നെയിൽ കട്ടർ ഉപയോഗിക്കാൻ പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സിന് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു നെയിൽ കട്ടേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ കട്ട് ചെയ്യണ്ട, ജസ്റ്റ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അത് ചെത്തി പോകും. ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, അത് വാങ്ങിക്കുക. അതാണ് നമ്മൾ അടുത്ത് പറയാനുള്ള നെയിൽ കെയർ. ഇനി അടുത്തത് ഹെഡ്, തലയുടെ ഈ സ്കാൽപ്പിന്റെ കെയർ എങ്ങനെയായിരിക്കണം? സ്കാൽപ്പിന്റെ കെയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ ഷാമ്പുയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഷാമ്പു ഡെയിലി വേണം നിർബന്ധമില്ല, തലയിൽ എണ്ണ തേച്ച് കൊടുക്കാം. ഈ ഹെഡിന്റെ കെയർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തലയിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു ക്രാഡിൽ ക്യാപ്പ് ഉള്ള കുട്ടികൾക്കാണ്. അവരെ സംബന്ധിച്ച് ഈ തലയുടെ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഒരു 3 സ്റ്റെപ്പാണ് അവർ പറയുന്നത്. ഷാമ്പു ഇട്ട് ചെയ്യാം, അതുപോലെ നമ്മൾ ഓയിൽ മസാജ് ചെയ്യാം, അതുപോലെ കോംബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോസിൽ വരുന്നുണ്ട്. ക്രാഡിൽ ക്യാപ്പിന്റെ എങ്ങനെ മാനേജ്മെന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു പക്ഷേ ആ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം അതാണ് ഹെഡിന്റെ കെയർ. അപ്പൊ ഹെഡിന്റെ കെയറിന് വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യമാക്കേണ്ടത് ക്രാഡിൽ ക്യാപ്പ് ഉള്ള ഈ തലയിൽ ഇങ്ങനെ പുറ്റനുള്ള കുട്ടികൾക്കാണ്. അവരുടെ കെയറിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്രാഡിൽ ക്യാപ്പ് എന്നുള്ള ടോപ്പിക്കിൽ പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. ഇനി ഉള്ളതാണ് ഡയപ്പർ ഏരിയ കെയർ. ഡയപ്പർ ഏരിയ കെയർ നമ്മൾ ഓൾറെഡി ഡയപ്പർ ഏരിയയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഡയപ്പർ ഏരിയയിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയപ്പർ ഫ്രീ പീരീഡ് ഉണ്ടായിരിക്കുക, അവിടെ മോയ്സ്ചറൈസർ വേണമെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബാരിയർ ക്രീംസ്, റാഷ് ഫ്രീ ക്രീംസ് ഉപയോഗിക്കാം. വളരെ വിശദമായി നമ്മൾ ഒരു ഡയപ്പറിന്റെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു. ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അടുത്ത ഒന്നാണ് അംബിലിക്കൽ കോഡ് കെയർ, സ്കിൻ കെയറിൽ വരുന്നതാണ്. അത് ഒരു കുട്ടി ജനിച്ച് അംബിലിക്കൽ കോഡ് കൊഴിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ആ അംബിലിക്കൽ കോഡ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഡയപ്പറിന്റെ പുറത്തായിരിക്കണം ആ കൊഴിയുന്ന വരെ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഡയപ്പറിലുള്ള ഈ മലവും മൂത്രമൊക്കെ അതിമ ടച്ച് ചെയ്ത് ഇൻഫെക്ഷൻ വരും. ഇനി അംബിലിക്കൽ കോഡ് കൊഴിഞ്ഞു പോയാലോ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒന്നും ശ്രദ്ധിക്കാനില്ല. അവിടെ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട, തനിയെ ഉണങ്ങും. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് ചുറ്റും കളർ വരുമ്പോഴോ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ഡോക്ടറെ പോയി കാണണം. അതുപോലെ നല്ല പഴുപ്പ് വരുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അല്ലാണ്ട് അംബിലിക്കൽ കോഡ് കെയറിന് വേണ്ടി ഒന്നും തേക്കേണ്ടതില്ല. അംബിലിക്കൽ കോഡിന്റെ കെയറിന്റെ മന്ത്ര അല്ലെങ്കിൽ നിയമം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആവശ്യമില്ലാതെ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. 2, എപ്പോഴും ഡ്രൈ ആയി സൂക്ഷിക്കുക. അവിടെ വെള്ളം ഫുൾ കെട്ടിക്കിടക്കാൻ സമ്മതിക്കരുത്. എപ്പോഴും ഡ്രൈ ആയിരിക്കണം. ആവശ്യമില്ലാതെ ഒന്നും അവിടെ പോയി പെരട്ടരുത്. ഈ 2 നിയമങ്ങളാണ് അംബിലിക്കൽ കോഡ് കെയറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ അംബിലിക്കൽ കോഡ് എങ്ങനെ കെയർ എന്ന് മനസ്സിലായല്ലോ. അതുപോലെ ഏതൊരു പാരന്റും വിട്ടുപോകാൻ സാധ്യതയുള്ള ഒന്നാണ് ഫ്ലെക്ചറൽ ഏരിയാസ്, തൊലിമടക്കുകൾ. ഈ ഫ്ലെക്ചറൽ ഏരിയാസ്, കഴുത്തിൽ തൊലിമടക്കുണ്ട്, ഇവിടെ തൊലിമടക്കുണ്ട്, കക്ഷത്തിലുണ്ട്, അതുപോലെ കാലിന്റെ ഇടയിലുണ്ട്. ഈ തൊലിമടക്കുകൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെ അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ഭാഗത്ത് തൊലിമടക്കുകളിൽ ചുവന്ന കളർ വരാനും അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അവിടെ വരുന്ന മറ്റൊരു അസുഖമാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ബാധിക്കുന്ന ഒരു സ്ഥലമാണ് തൊലിമടക്കുകൾ. അപ്പൊ ഈ തൊലിമടക്കലിന്റെ കെയറിൽ ഫസ്റ്റ് പ്രിൻസിപ്പിള്, എപ്പോഴും തൊലിമടക്കൽ ഡ്രൈ ആയിരിക്കാൻ സൂക്ഷിക്കുക. അവിടെ പൗഡർ അപ്ലൈ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഈ തൊലിമടക്കൾ എപ്പോഴും ഒരു കളർ ചേഞ്ച് ഒക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം, തേച്ച് കൊടുക്കാം. കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ട് ആ ഭാഗത്ത് തേച്ച് കൊടുക്കാം. അല്ലാണ്ട് പൗഡർ ഇടരുത്, അവിടെ ഡ്രൈ ആക്കി വെക്കാൻ ശ്രമിക്കുക. അത്രയാണ് ഈ തൊലിമടക്കുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ തൊലിമടക്കുകളിൽ പെട്ടെന്ന് മാറ്റം വരുന്നതും അസുഖം ബാധിക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കണം. അവിടെ എന്തെങ്കിലും ചെറിയ ചേഞ്ച് വന്നാൽ തന്നെ ഡോക്ടറെ പോയി കാണേണ്ടതുണ്ട്.
അപ്പം ഇത്രയൊക്കെയാണ് സ്കിൻ കെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം. നമുക്ക് അത് ഓരോ ടോപ്പിക്കും സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്കിൻ കെയറിന്റെ ഇൻ ടോട്ടൽ. സബ്സ്ക്രൈബ് ചെയ്ത് ഈ പാരന്റിങ് ജേണിയുടെ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.